ഇപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ യോഗം അവസാനിച്ചു. രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധി മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഈ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടായി എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ അരമണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗത്തിൽ ഈ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നുകൊണ്ട് എന്ത് തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളത് ഏറെ നിർണായകമാകും. ആ യോഗത്തിൽ ഏത് തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായി എന്നുള്ളതും അല്പസമയത്തിനകം തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. അത് AICCയുടെ ഭാഗത്തുനിന്ന് വാർത്താക്കുറിപ്പിലൂടെയോ അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം നേതാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കോ AICC കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാവുക. മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ നിന്ന് അരമണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗം പൂർത്തിയാക്കി ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മടങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യോഗത്തിൽ അരമണിക്കൂറിലധികം നീണ്ടുന്ന നിർണായകമായ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ചേർന്നുകൊണ്ട് എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതായിരിക്കും ഏറ്റവും നിർണായകം. രാഹുൽ ഗാന്ധിയുടെ വാഹനം മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗമാണ് ഇപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ അവസാനിച്ചിട്ടുള്ളത്. KC വേണുഗോപാലോ VD സതീശനോ അതോ രമേശ് ചെന്നിത്തലയോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ യോഗത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി, അതായത് ഇപ്പോൾ നടന്ന ഈ ഒരു യോഗത്തിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ നിർണായകമായ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശദമായിട്ടുള്ള ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. നേരത്തെ നേരത്തെ KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി 3 മണിക്കൂറിലധികം നീണ്ടുവന്ന ചർച്ച രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും പിന്നീട് ഇന്നലെ മുൻ KPCC അധ്യക്ഷന്മാർ K സുധാകരനും K മുരളീധരനും ഉൾപ്പെടെയുള്ളവർ, MMSN, കൂടാതെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാർ, അങ്ങനെ മുതിർന്ന നേതാക്കളെയെല്ലാം തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം രാഹുൽ ഗാന്ധി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് MLA-മാരുടെ മാത്രം പിന്തുണ പരിഗണിച്ചുകൊണ്ട് KC വേണുഗോപാലിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തുമോ, അത്തരത്തിലൊരു പൊതുധാരണയും ചർച്ചയും നേരത്തെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും മല്ലികാർജുന ഖാർഗെയുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ചർച്ച, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന ചർച്ച ഹൈക്കമാൻഡിൽ നടന്നിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ള VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് MLA-മാരുടെ മാത്രം പിന്തുണയല്ല പരിശോധിക്കേണ്ടത്, കേരളത്തിന്റെ പൊതു സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. UDF-ലെ ഘടകകക്ഷികൾ, അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വളരെ ശക്തമായി VD സതീശനൊപ്പമാണ് നിൽക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് VD സതീശൻ എന്ന നേതാവിനെ മുൻനിർത്തിയാണ്. ആ ജനവികാരം കൂടി പരിശോധിക്കണം എന്നുള്ളത് വളരെ ചുരുക്കം ചില നേതാക്കൾ മനസ്സിലാക്കുന്നത്. K മുരളീധരനും VM സുധീരനും ഉൾപ്പെടെ വളരെ ചുരുക്കം നേതാക്കളാണ് ഇത്തരത്തിലൊരു നിലപാട് രാഹുൽ ഗാന്ധിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യം കൂടി പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാന മാറ്റം KC വേണുഗോപാലിനപ്പുറത്തേക്ക് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ, പൊതുവികാരവും അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്ന UDF-ലെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഘടകകക്ഷിയുടെ കൂടി തീരുമാനവും അഭിപ്രായവും കൂടി പരിഗണിച്ച് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളൊരു തീരുമാനത്തിലേക്കും ഹൈക്കമാൻഡ് എത്തുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സാധ്യതകൾ മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. യോഗം അവസാനിച്ചുവെങ്കിൽ പോലും ഔദ്യോഗികമായ ഒരു പ്രതികരണവും AICCയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മല്ലികാർജുന ഖാർഗെയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ നമുക്ക് ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ AICC ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടായി എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ചിലപ്പോൾ കേരളത്തിലേക്ക് എത്തിയേക്കും. അവർ ഇന്ന് ഉച്ചയോടുകൂടി 11:30 ഫ്ലൈറ്റിൽ വിമാനത്തിൽ കേരളത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവരോട് ഡൽഹിയിൽ തന്നെ തുടരാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. കൂടാതെ KC വേണുഗോപാൽ ഇവിടെ ഡൽഹിയിൽ തന്നെയുണ്ട്. KC വേണുഗോപാലുമായി ടെലിഫോണിൽ രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഘടകകക്ഷി നേതാക്കളുമായി ഇന്ന് വീണ്ടും രാഹുൽ ഗാന്ധി സംസാരിക്കും എന്ന് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് എന്താണ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് അവസാനമായി പറയാനുള്ളത് എന്ന് രാഹുൽ ഗാന്ധി കേൾക്കും എന്നായിരുന്നു
എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിലൊരു കൂടിയാലോചന ടെലിഫോൺ വഴി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നൊരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുക. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിർണായക യോഗമാണ് ഇപ്പോൾ രാജാജി മാർഗിലെ 10 ജൻപത്ത് വസതിയിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ അവസാനിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഈ യോഗത്തിന്റെ തീരുമാനം എന്തായിരിക്കും എന്ന് കാത്തിരിക്കേണ്ടി വരും. അശ്വതി.